തമിഴ് മണ്ണിൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എംജിആറും കരുണാനിധിയും ജയലളിതയും നയിച്ച ആ വലിയ പാരമ്പര്യത്തിലേക്ക് ഇതാ പുതിയൊരു അധ്യായം കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ജോസഫ് വിജയ് നടന്നു കയറുമ്പോൾ അത് കേവലം ഒരു അധികാരമാറ്റമല്ല, മറിച്ച് ദശകങ്ങളായി തമിഴ് മണ്ണിൽ വേരുറപ്പിച്ച രണ്ട് ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യത്തിനുമേൽ ജനങ്ങൾ നൽകിയ ശക്തമായ വിധിയെഴുത്താണ്. സിനിമയിലെ സൂപ്പർ താര പദവിയിൽ നിൽക്കുമ്പോൾ തന്നെ തന്റെ രാഷ്ട്രീയ പ്രവേശനം കൃത്യമായി പ്ലാനിങ്ങോടെയാണ് വിജയ് നടപ്പിലാക്കിയത്. വെറുമൊരു ഫാൻസ് അസോസിയേഷൻ എന്ന നിലയിൽ നിന്നും വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടനയെ ഒരു രാഷ്ട്രീയ കേഡർ സംവിധാനത്തിലേക്ക് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. DMK, AIADMK എന്നീ വൻമരങ്ങളെ നേരിടാൻ അണികളെ സജ്ജമാക്കുകയും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കുകയും ചെയ്തത് വിജയുടെ വിജയത്തിന് അടിത്തറ പാകി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKയുടെ കുതിപ്പ് ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ചെന്നൈ നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഒത്തുചേർന്ന സ്റ്റേഡിയം വിജയുടെ ദളപതി വിളികളാൽ മുഖരിതമായിരുന്നു. അക്വാബ്ലൂ നിറത്തിലുള്ള പട്ടുസാരി ധരിച്ചെത്തിയ നടി തൃഷ കൃഷ്ണൻ ചടങ്ങിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറി. വിജയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകയുമായ തൃഷ തിരഞ്ഞെടുപ്പിന് മുൻപ് തിരുപ്പതിയിൽ നടത്തിയ ദർശനവും സോഷ്യൽ മീഡിയയിലെ പിന്തുണയും ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. തന്റെ 43ാം ജന്മദിനത്തിൽ താരം നടത്തിയ പ്രാർത്ഥനകൾ വിജയുടെ വിജയത്തിനു വേണ്ടിയായിരുന്നുവെന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ചടങ്ങിലെ അവരുടെ സാന്നിധ്യം. വിജയ് തന്റെ ആദ്യ മന്ത്രിസഭയെ തിരഞ്ഞെടുത്തത് വളരെ തന്ത്രപരമായാണ്. കേവലം താരപ്രഭയിലല്ല, മറിച്ച് ഭരണപരമായ മികവിലും ജാതി സമവാക്യങ്ങളിലുമാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 9 അംഗ മന്ത്രിസഭയിൽ ഭരണപരിചയമുള്ളവരും യുവത്വവും ഒരുപോലെ അണിനിരക്കുന്നു. മുൻ AIADMK നേതാവ് KA സെങ്കോട്ടയ്യനാണ് മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം. MGRനും ജയലളിതയ്ക്കും കീഴിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ സാന്നിധ്യം വിജയുടെ നവാഗത സർക്കാരിന് വലിയ രാഷ്ട്രീയ ദിശാബോധം നൽകും. എടപ്പാടി പളനിസ്വാമിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടി വിട്ട അദ്ദേഹത്തെ വിജയ് തന്റെ ടീമിലേക്ക് സ്വീകരിച്ചത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ചെന്നൈ വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ആദവ് അർജുന വിജയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ സൂത്രധാരനാണ്. ലോട്ടറി വ്യവസായി സന്തിയാഗോ മാർട്ടിന്റെ മരുമകൻ എന്നതിലുപരി പാർട്ടിയുടെ സംഘടനാപരമായ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ടി നഗർ MLAയുമായ ആനന്ദ് താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയ നേതാവാണ്. ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കാണിച്ച കൃത്യതയാണ് പാർട്ടിയെ ഇത്രയും വലിയ വിജയത്തിലേക്ക് നയിച്ചത്. മന്ത്രിസഭയിലെ യുവമുഖങ്ങൾ വിജയുടെ ഭരണത്തിന് പുത്തൻ ഉന്മേഷം നൽകും. വിരുദുനഗറിൽ നിന്ന് വിജയിച്ച കീർത്തനയാണ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. ദന്ത ഡോക്ടറായ പ്രഭുവും IRS ജോലി രാജിവെച്ച് ഡോക്ടർ അരുൺ രാജും പുതിയ കാലത്തെ പ്രൊഫഷണൽ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ്. BJP വിട്ട് TVKയിൽ ചേർന്ന നിർമ്മൽ കുമാർ തെക്കൻ തമിഴ്നാട്ടിലെ പാർട്ടിയുടെ കരുത്താണ്. തന്റെ വാക്ചാതുര്യം കൊണ്ട് യുവാക്കളെ ആകർഷിച്ച ടെലിവിഷൻ താരം രാജ്മോഹനും മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ബ്രാഹ്മണ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മൈലാപ്പൂർ MLA വെങ്കടരാമണനും ടീമിൽ ഇടം പിടിച്ചു. ഒറ്റയ്ക്ക് 108 സീറ്റുകൾ നേടിയെങ്കിലും ഒരു സുസ്ഥിരമായ സർക്കാരിനായി കോൺഗ്രസ്, CPI, CPM, VCK, IUML എന്നീ പാർട്ടികളുടെ പിന്തുണ വിജയ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതൊരു സഖ്യ സർക്കാരായാണ് പ്രവർത്തിക്കുക. കോൺഗ്രസ് നേതാക്കൾ നിലവിൽ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും വകുപ്പുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം അവർ ഉടൻ അധികാരമേൽക്കും. മെയ് 13-നകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയെന്നതാണ് പുതിയ സർക്കാരിന്റെ ആദ്യ വെല്ലുവിളി. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഗതി മാറ്റുകയാണ് വിജയ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി അടക്കി വാഴുന്ന DMKയും AIADMKയും നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ് TVK. സിനിമയിലെ സൂപ്പർ താരം എന്നതിലുപരി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവെന്ന ഇമേജ് കെട്ടിപ്പടുക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു. സൗജന്യങ്ങൾക്കും അഴിമതിക്കും എതിരായ അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കി. വിജയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ സ്ത്രീ വോട്ടർമാരുടെയും യുവാക്കളുടെയും പങ്കും വളരെ വലുതാണ്. തന്റെ സിനിമകളിലൂടെ അദ്ദേഹം നൽകിയ സാമൂഹിക സന്ദേശങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം മുറുകെ പിടിക്കുമെന്ന് വോട്ടർമാർ വിശ്വസിക്കുന്നു. ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള പാത പൂമെത്തയല്ല, ഭരണപരിചയമില്ലാത്തൊരു പാർട്ടി എന്ന ലേബലിൽ നിന്നും മാറി തമിഴ്നാടിന്റെ വികസനത്തിന് വ്യക്തമായ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. എങ്കിലും സെങ്കോട്ടയ്യനെപ്പോലുള്ള മുതിർന്ന നേതാക്കളുടെ ആദരവ്, അർജുനെപ്പോലെയുള്ള തന്ത്രജ്ഞരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. സിനിമാ സ്ക്രീനിലെ സംഘടനാ രംഗങ്ങളിൽ വില്ലന്മാരെ നേരിടുന്നതിനേക്കാൾ വലിയ പോരാട്ടമാണ് ഇനി രാഷ്ട്രീയ ഗോതയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. എങ്കിലും വെട്രി എന്ന വാക്ക് തന്റെ പാർട്ടിയുടെ പേരിൽ ചേർത്ത ദളപതി തമിഴകത്തിന്റെ ഹൃദയം കീഴടക്കി മുന്നേറുകയാണ്.